ഇന്നു മുതൽ മായാവതിയായ ആ കമലാകാന്ത വിശ്വാസനെ ഇവിടെ വരാൻ അനുവദിക്കരുത്. ഭാവാർത്ഥം ജയശ്രീ പ്രഭുപാദ് കി ജയ്. ബൗലിയർ അഥവാ ബൗലർ മഹാപ്രഭുവിന്റെ അംഗീകൃതമല്ലാത്ത 13 അനുയായി വിഭാഗങ്ങളിൽ ഒന്നാണ്. കമലാകാന്ത വിശ്വാസൻ ഒരു ബൗലിയനായി തീർന്നതിനാൽ അയാൾ തന്റെ മുന്നിൽ വരാൻ അനുവദിക്കരുതെന്ന് മഹാപ്രഭു തന്റെ സഹായിയായ ഗോവിന്ദനോട് ആജ്ഞാപിച്ചു. അപ്രകാരം ബൗലിയ സമ്പ്രദായക്കാരും ആവുല സമ്പ്രദായക്കാരും സഹജീയ സമ്പ്രദായക്കാരും അതുപോലെ സ്മാർത്ഥരും ജാതി ഗോസായിമാരും അതിവാദികളും ചൂടാധാരികളും കൗരംഗ നാഗരികളും തങ്ങൾ ചൈതന്യ മഹാപ്രഭുവിന്റെ ശിഷ്യത്വ പരമ്പരയിലുള്ളവരാണെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഭഗവാൻ വാസ്തവത്തിൽ അവരെ തള്ളിക്കളഞ്ഞിരുന്നു. ശ്ലോകം 37. ദണ്ഡശൂനി വിശ്വാസ ഹൈല പരമദുഃഖിത ശുനിയ പ്രഭുരേ ദണ്ഡ ആചാര്യ ഹർഷിത. വിവർത്തനം ഭാവാർത്ഥം ജയശ്രീ പ്രഭുപാദ് കി ജയ്. ചൈതന്യ മഹാപ്രഭു നൽകിയ ശിക്ഷയെ കുറിച്ച് കേട്ട് കമലാകാന്ത വിശ്വാസൻ അത്യന്തം ദുഃഖിച്ചു. എന്നാൽ അദ്വൈത പ്രഭു അതേക്കുറിച്ച് കേട്ടപ്പോൾ സന്തോഷിച്ചു. ഭാവാർത്ഥം ജയശ്രീ പ്രഭുപാദ് കി ജയ്. ഭഗവത്ഗീതയിൽ 9:29 ഭഗവാൻ പറയുന്നു, സമൂഹം സർവഭൂതേഷു നമോദേശു അസ്തിന പ്രിയ. ഞാൻ ആരെയും ദേഷിക്കുന്നില്ല, എനിക്ക് ആരോടും പക്ഷപാതവുമില്ല, ഞാൻ എല്ലാവർക്കും തുല്യനാണ്. പരമപുരുഷനായ ഭഗവാൻ ഏവർക്കും സമനായതിനാൽ ആർക്കും അവിടുത്തെ ശത്രുവോ മിത്രമോ ആകാനാവില്ല. എല്ലാവരും ഭഗവാന്റെ അംശം അല്ലെങ്കിൽ പുത്രൻ ആയതിനാൽ ഭഗവാന് പക്ഷപാതിയാകാനോ ഒരുവനെ മിത്രമായി കാണാനോ കഴിയില്ല. അപ്രകാരം മഹാപ്രഭു കമലാകാന്ത വിശ്വാസനെ ഇനി ഒരിക്കലും തന്റെ സാന്നിധ്യത്തിൽ വരാൻ അനുവദിക്കാതെ ശിക്ഷിച്ചപ്പോൾ ആ കഠിന ശിക്ഷയുടെ ആന്തരിക അർത്ഥം മനസ്സിലാക്കിയ അദ്വൈത പ്രഭു സന്തോഷിച്ചു. മഹാപ്രഭു വാസ്തവത്തിൽ കമലാകാന്ത വിശ്വാസനെ അനുഗ്രഹിക്കുകയായിരുന്നുവെന്ന് അദ്വൈതൻ വിവേചിച്ചറിഞ്ഞു. അതുകൊണ്ട് അദ്ദേഹം ഒട്ടും അസന്തുഷ്ടനായില്ല. തങ്ങളുടെ യജമാനായ ഭഗവാൻ തങ്ങളോട് എങ്ങനെ പെരുമാറിയാലും ഭക്തന്മാർ സദാ സന്തുഷ്ടരായിരിക്കണം. ഒരു ഭക്തൻ കഷ്ടപ്പാടുകളിൽ തള്ളപ്പെടുകയോ അല്ലെങ്കിൽ ഐശ്വര്യസമ്പന്നനാവുകയോ ചെയ്തേക്കാം. പക്ഷേ അവ രണ്ടും ഭഗവാന്റെ സമ്മാനങ്ങളായി സ്വീകരിക്കുകയും എല്ലാ പരിതസ്ഥിതികളിലും ഭഗവത് സേവനത്തിൽ ആഹ്ലാദപൂർവം മുഴുകുകയും ചെയ്യണം. ഹരേ കൃഷ്ണ. ശ്ലോകം 38. വിശ്വാസേരെ കഹേ തുമി ബഡ ഭാഗ്യവാൻ തുമാരെ കരില ദണ്ഡ പ്രഭു ഭഗവാൻ. കമലാകാന്ത വിശ്വാസൻ ദുഃഖിതനാണെന്ന് കണ്ട അദ്വൈതാചാര്യൻ പറഞ്ഞു, പരമപുരുഷനായ ചൈതന്യ മഹാപ്രഭുവിനാൽ ശിക്ഷിക്കപ്പെട്ട നീ മഹാഭാഗ്യവാനാണ്. ഭാവാർത്ഥം ജയശ്രീ പ്രഭുപാദ് കി ജയ്. ഇത് അദ്വൈത പ്രഭുവിന്റെ ആധികാരികമായ വിലയിരുത്തലാണ്. ഭഗവാന്റെ ആജ്ഞയാൽ തനിക്ക് വിധി വിപര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരുവൻ അസന്തുഷ്ടനാകരുതെന്ന് അദ്വൈതൻ വ്യക്തമായി ഉപദേശിക്കുന്നു. പരമോന്നതനായ ഭഗവാൻ സമ്മാനിക്കുന്ന ഭാഗ്യം അത് സുഖകരമായാലും അസുഖകരമായാലും ഭക്തൻ സസന്തോഷം സ്വീകരിക്കണം. ശ്ലോകം 39. പൂർവേ മഹാപ്രഭു മോരേ കരന സമ്മാന ദുഃഖപായി മനേയാമി കൈലൂനനുമാന. വിവർത്തനം. ഞാൻ അവിടത്തേക്കാൾ മുതിർന്നവനായതിനാൽ മുമ്പ് മഹാപ്രഭു എല്ലായ്പ്പോഴും എന്നെ ബഹുമാനിച്ചിരുന്നു. പക്ഷെ അത്തരം ബഹുമാനം ഞാൻ ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാനൊരു സന്തുഷ്ടനായ ഇറക്കി. ശ്ലോകം 40. മുക്തി ശ്രേഷ്ഠ കരി കൈനു വാസിഷ്ഠ വ്യാഖ്യാന ക്രുദ്ധഹയ പ്രഭു മോരെ കൈല അപമാന. അങ്ങനെ മോക്ഷത്തെ ജീവിതത്തിന്റെ അത്യന്തിക ലക്ഷ്യമായി പരിഗണിക്കുന്ന യോഗ വാസിഷ്ഠം എന്ന ഗ്രന്ഥത്തെ ഞാൻ വിശകലനം ചെയ്തു. ഇതിൽ ഭഗവാൻ കുപിതനാവുകയും എന്നോട് അനാദരപൂർവ്വം പെരുമാറുകയും ചെയ്തു. ഭാവാർത്ഥം ജയശ്രീ പ്രഭുപാദ് കി ജയ്.
ഭഗവാനെ സംബന്ധിച്ച് അവ്യക്തഗത അബദ്ധ ധാരണകൾ നിറഞ്ഞ മായാവതികൾ വളരെ ഇഷ്ടപ്പെടുന്ന വൈഷ്ണവ സിദ്ധാന്തങ്ങളോട് യാതൊരു ബന്ധവുമില്ലാത്ത യോഗവാസ്തരം ഒരു ഗ്രന്ഥത്തെ ഭഗവാനിൽ നിന്ന് ശിക്ഷ ലഭിക്കണമെന്ന് ആഗ്രഹിച്ച അദ്വൈത പ്രഭു യോഗവാസിഷ്ടത്തിലെ അവ്യക്തത പ്രസ്താവനകളെ പിന്തുണയ്ക്കാൻ ആരംഭിച്ചു. അതിനാൽ ഭഗവാൻ ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തോട് അത്യന്തം കുപിതനാവുകയും ബാഹ്യമായി അനാദരപൂർവ്വം പെരുമാറുകയും ചെയ്തു. ദണ്ഡപായ ഹൈലമോര പരമ ആനന്ദ ഏ ദണ്ഡപായില ഭാഗ്യവാൻ ശ്രീ മുകുന്ദ. മുകുന്ദന് ലഭിച്ചതുപോലൊരു ശിക്ഷ ചൈതന്യനിൽ നിന്ന് ലഭിച്ചതിൽ ഞാൻ വളരെ സന്തുഷ്ടനായി. ഭാവാർത്ഥം പ്രഭുപാദിക്ക്. ചൈതന്യ മഹാപ്രഭുവിന്റെ ഉറ്റ സുഹൃത്തും സഹായിയുമായിരുന്ന ശ്രീ മുകുന്ദൻ വൈഷ്ണവ വിരോധികളായ ജനങ്ങളുള്ള പല സ്ഥലങ്ങളും പതിവായി സന്ദർശിക്കുമായിരുന്നു. ഇതറിഞ്ഞ് മഹാപ്രഭു മേലിൽ തന്നെ കാണരുതെന്ന് വിലക്കിക്കൊണ്ട് മുകുന്ദനെ ശിക്ഷിച്ചു. മഹാപ്രഭു ഒരു പുഷ്പം പോലെ മൃദുലനായിരുന്നെങ്കിലും ഇടിമിന്നൽ പോലെ കാഠിന്യമേറിയതായിരുന്നു. അതിനാൽ മുകുന്ദനെ മഹാപ്രഭുവിന്റെ സമക്ഷം വരാൻ അനുവദിക്കാൻ എല്ലാവരും ഭയന്നു. അതീവ ദുഃഖിതനായ മുകുന്ദൻ എന്നെങ്കിലും ഒരു നാൾ തനിക്ക് ചൈതന്യ മഹാഭഗവാനെ കാണാൻ അനുവാദം ലഭിച്ചേക്കുമോ എന്ന് തന്റെ സുഹൃത്തുക്കളോട് ആരാഞ്ഞു. ഈ അന്വേഷണം ഭക്തന്മാർ മഹാപ്രഭുവിന്റെ കാതുകളിൽ എത്തിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, മുകുന്ദന് ദശലക്ഷക്കണക്കിന് സംവത്സരങ്ങൾക്ക് ശേഷം എന്നെ ദർശിക്കാൻ അനുവാദം ലഭിക്കും. ഭക്തന്മാർ വിവരം അറിയിച്ചപ്പോൾ മുകുന്ദൻ അത്യാഹ്ലാദത്തോട് നൃത്തമാടി ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും തന്നെ ദർശിക്കാൻ മുകുന്ദൻ അത്യന്ത ക്ഷമയോടെ കാത്തിരിക്കുകയാണെന്ന് അറിഞ്ഞ മഹാപ്രഭു അപ്പോൾ തന്നെ മുകുന്ദനോട് തിരിച്ചു വരാൻ പറഞ്ഞു. മുകുന്ദന്റെ ഈ ശിക്ഷയെക്കുറിച്ചുള്ള വിവരണം ചൈതന്യ ഭാഗവത്തിലെ മധ്യഖണ്ഡത്തിൽ 10-ാം അധ്യായത്തിലുണ്ട്. ശ്ലോകം 42. ഏദണ്ഡ പായില ശിശുജി ഭാഗ്യവതി സേദണ്ഡ പ്രസാദ അന്യ ലോക പാപേഖതി. ഇതുപോലൊരു ശിക്ഷ സച്ചിമാതാവിന് ലഭിക്കുകയുണ്ടായി. അത്തരമൊരു ശിക്ഷ ലഭിക്കാൻ അവരെക്കാൾ സൗഭാഗ്യവതി ആര്? ഭാവാർത്ഥം പ്രഭുപാദിക്ക്. ശച്ചിമാതാവ് ഇതിന് സമാനമായി ഇതേക്കുറിച്ച് ചൈതന്യ ഭാഗവത്തിൽ മധ്യഖണ്ഡത്തിലെ 22-ാം അധ്യായത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. തന്റെ പുത്രനെ സന്യാസം സ്വീകരിക്കാൻ അദ്വൈത പ്രഭു പ്രോത്സാഹിപ്പിക്കുന്നതായി സ്വാഭാവികമായ സ്ത്രൈണ പ്രകൃതം മൂലം സച്ചിദേവി ആരോപിച്ചിരുന്നു. ഈ ആരോപണം ഒരു അപരാധമായി കണക്കിലെടുത്ത ചൈതന്യ മഹാപ്രഭു ശച്ചിദേവി ചെയ്തിട്ടുണ്ടെന്ന് കരുതപ്പെടുന്ന ഈ അപരാധത്തിനുള്ള പരിഹാരമായി അദ്വൈത പ്രഭുവിന്റെ പാദങ്ങൾ തൊട്ട് വന്ദിക്കാൻ അവരോട് ആവശ്യപ്പെട്ടു. ശ്ലോകം 43. ഏതകഹി ആചാര്യ താൻരേ കരിയാശ്വാസ ആനന്ദിത ഹൈയായില മഹാപ്രഭു പാശ. കമലാകാന്ത വിശ്വാസിനെ ഈ വിധത്തിൽ സാന്ത്വനപ്പെടുത്തിയതിന് ശേഷം ശ്രീ അദ്വൈതാചാര്യൻ ചൈതന്യ മഹാപ്രഭുവിനെ കാണാൻ പോയി. ശ്ലോകം 44. പ്രഭു കെ കഹേനെ തുമാരന ബുൽസി ഏ ലീല അമഹൈത്തെ പ്രസാദ പാത്ര കരില കമല. അദ്വൈതാചാര്യൻ മഹാപ്രഭുവിനോട് പറഞ്ഞു, അങ്ങയുടെ അതീന്ദ്ര ലീലകൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അങ്ങ് പൊതുവെ എന്നോട് പ്രകടിപ്പിക്കാറുള്ളതിൽ അധികം കാരുണ്യം കമലാകാന്തിനോട് കാട്ടിയിരിക്കുന്നു. ശ്ലോകം 45. അമേരാഹ കബൂയേ നഹയ പ്രസാദ തൊമാര ചരണ ആമീക്ക് കൈനു അപരാധ. അങ്ങ് കമലാകാന്തിനോട് കാട്ടിയ കാരുണ്യം എന്നോട് പോലും ഒരിക്കലും പ്രകടിപ്പിച്ചിട്ടില്ല. ഈ കാരുണ്യം എന്നോട് കാട്ടാതിരിക്കാൻ തക്ക എന്ത് അപരാധമാണ് ഞാൻ അവിടുത്തെ ചെയ്തത്? മുമ്പ് അദ്വൈതാചാര്യനെ ശിക്ഷിച്ചതിനെ കുറിച്ചുള്ള ഒരു പരാമർശമാണിത്. അദ്വൈത പ്രഭു യോഗവാസിഷ്ഠ പാരായണം ചെയ്തപ്പോൾ ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തെ പ്രഹരിച്ചു. പക്ഷെ ഒരിക്കലും തന്റെ സമക്ഷം വരരുതെന്ന് അദ്ദേഹത്തോട് പറഞ്ഞില്ല. പക്ഷെ ഒരിക്കലും അവിടുത്തെ സമക്ഷം വരരുതെന്ന ആജ്ഞ നൽകി അവിടുന്ന് കമലാകാന്തനെ ശിക്ഷിച്ചത്. കമലാകാന്തനെ വിലക്കുകയും
അങ്ങനെ വിലക്കാതിരിക്കുകയും ചെയ്തതിലൂടെ കമലാകാന്ത വിശ്വാസനോട് ചൈതന്യ മഹാപ്രഭു കൂടുതൽ കാരുണ്യം കാട്ടിയെന്ന് അവിടുത്തെ ഉദ്ബോധിപ്പിക്കാൻ അദ്വൈതാചാര്യൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് ഭഗവാൻ കമലാകാന്തനോട് പ്രകടിപ്പിച്ച കാരുണ്യം അദ്വൈതാചാര്യനോട് പ്രകടിപ്പിച്ചതിനേക്കാൾ മഹത്തായിരുന്നു. ഹരേ കൃഷ്ണ പ്രഭു. പ്രഭു ഇവിടെ ഏതശുനി മഹാപായി ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഇപ്പൊ വായിച്ചതില് നമ്മളാ വായിച്ചതിൽ എനിക്കൊരു ഇപ്പൊ ഭഗവാൻ ചൈതന്യ മഹാപ്രഭു മൂന്ന് അദ്വൈതാചാര്യനെ ശിക്ഷിച്ചതിനെ കുറിച്ച് ഒരു പരാമർശം പറഞ്ഞല്ലോ ഇപ്പൊ വായിച്ച ഭാവാർത്ഥം. അതിന്റെ ലാസ്റ്റ് വരുമ്പോ അതുകൊണ്ട് മഹാപ്രഭുവിനെ കാണുന്നതിൽ നിന്ന് കമലാകാന്തനെ വിലക്കുകയും തന്നെ അങ്ങനെ വിലക്കാതെ അതെന്താണ് പ്രഭു കേൾക്കുന്നില്ല? കമലാകാന്തനോട് പ്രകടിപ്പിച്ച കാരുണ്യം ഭഗവാൻ ചൈതന്യ മഹാപ്രഭു കമലാകാന്തനോട് കാണിച്ച കാരുണ്യം തന്നെ അങ്ങനെ വിൽക്കാതിരിക്കുന്നു പറയണത് ഇദ്ദേഹം അല്ലെ, അദ്വൈതാചാര്യര്. അതായത് പ്രഭു ഹരേ കൃഷ്ണ. കേൾക്കാം. അതായത് ചൈതന്യ മഹാപ്രഭു കൂടുതൽ കാരണം കാട്ടിയെന്ന് അവിടുത്തെ ഉദ്ബോധിപ്പിക്കാൻ അദ്വൈതാചാര്യൻ ആഗ്രഹിച്ചു. കൂടുതൽ കാരുണ്യം കാട്ടിയെന്ന് അവിടുത്തെ ഉദ്ബോധിപ്പിക്കാൻ. അതുകൊണ്ട് ഭഗവാൻ കമലാകാന്തനോട് പ്രകടിപ്പിച്ച കാരുണ്യം അദ്വൈതാചാര്യനോട് പ്രകടിപ്പിച്ചതിനേക്കാൾ മഹത്തായിരുന്നു എന്നാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. അപ്പൊ കമലാകാന്ത് അതായത് അദ്വൈതാചാര്യനോട് ആയിരിക്കും കൂടുതൽ കാരുണ്യം കമലാകാന്തനോട് കാണിച്ചു. കാരണം ആ ശിക്ഷ കൊടുത്ത് അങ്ങനെ. അതെ മനസ്സിലായി. പ്രഹരിച്ചു എന്ന് പറഞ്ഞത്. പക്ഷെ ഇവിടെയാണെങ്കിലും വിലക്കാണ് കൊടുത്തിരിക്കുന്നത്. കൂടിയ ശിക്ഷ വിലക്കാണ്. അതാണ് കൂടുതൽ കാരുണ്യം എന്ന് പറഞ്ഞേക്കുന്നത്. കൂടുതൽ ശിക്ഷ കൊടുത്തെന്ന് വെച്ചാൽ ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് കൊടുത്തത്. അതെ കൂടുതൽ കാരുണ്യമായിട്ട് കൊടുത്തത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇനി 46-ാമത്തെ വായിക്കട്ടെ. ഏതശുനി മഹാപ്രഭു. ഹരേ കൃഷ്ണ. ഒരു മിനിറ്റ്. ഗോപാൽ പ്രഭു ഹാൻഡ് റൈസ് ചെയ്തു. ഹരി ബോൾ. യെസ് പ്രഭു. യെസ് പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭു. കേൾക്കുന്നുണ്ടോ? അല്ല, ചോദ്യം വരുന്നത് നമുക്ക് വായിച്ചു പോവാം. പക്ഷേ ഇത് കൂടുതൽ വിലക്കൊക്കെ വരുമ്പോൾ അത് കൂടുതൽ അനുഗ്രഹമായിട്ടൊന്ന് കാണുന്നതിന് ഒന്നും മനസ്സിലാവുന്നില്ല. വ്യക്തമായില്ല പ്രഭു. സൗണ്ട് പെട്ടെന്ന് ഇതായി. അല്ല, ശിക്ഷ കൂടുന്ന സമയത്ത്, ശിക്ഷയുടെ തോത് കൂടുന്ന സമയത്ത് അത് കൂടുതൽ കാരുണ്യമാണെന്നാണ് ഇവിടെ അദ്വൈതാചാര്യർ പറയുന്നത്. അതെ. അല്ലാതെ എങ്ങനെ മനസ്സിലാക്കാന്നാലും ഞാനും ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. എന്താണ് ഇത് സംഭവം? കൂടുതൽ ശിക്ഷിക്കുമ്പോൾ കൂടുതൽ വേഗം നന്നായി വരുന്നുള്ളതിനാണോ ആ ഒരു ഇതാണോ? അതെ, ഞാൻ അങ്ങനെയാണ് വിചാരിച്ചത്. കൂടുതൽ ഇഷ്ടം ഉണ്ടായിട്ടായിരിക്കും. അപ്പൊ ഗുരുമഹാരാജ് ഒക്കെ വരുമ്പോ ചിലപ്പോ അടുത്തുള്ള ശിഷ്യനെ കൂടുതൽ വഴക്കുറയും ഒക്കെ അല്ലെങ്കിൽ അതൊക്കെ കണ്ടിട്ടുണ്ട് ഇതിങ്ങനെ. പക്ഷെ ഏറ്റവും അടുത്ത ഡിയർ ആയിട്ടുള്ള ആളുകളായിരിക്കും ഇത് വളരെ കൂടുതൽ ദേഷ്യപ്പെടുകയൊക്കെ ചെയ്തിരിക്കണം കണ്ടിട്ടുണ്ട്. പണ്ട് സ്കൂളില് പഠിക്കുന്ന കുട്ടികള് പെട്ടെന്നൊരു കാര്യം മനസ്സിലാക്കിയില്ലെങ്കിൽ അവർക്ക് അടി കൊടുക്കും. പഠിക്കാത്തവരൊന്നും ചെയ്യാതെ വിടുകയുള്ളൂ. അവരെ അടിക്കുകയല്ല, ശിക്ഷിക്കുകയല്ല. പിന്നെ പഠിത്തം നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾ ചെറിയൊരു മിസ്റ്റേക്ക് ചെയ്യുമ്പോ വലിയ ശിക്ഷ കൊടുക്കും ചിലപ്പോ. അതേസമയം ഒന്നും വളരെ തെറ്റുകൾ ചെയ്തവർക്കൊക്കെ ചിലപ്പോ ഒരു ചെറിയ ശിക്ഷയിലൂടെ പോകാറുണ്ട് സ്കൂളിൽ നടക്കുന്ന കാര്യം. അതൊരു ശരിയാ പ്രഭു പറഞ്ഞു, ഒരു കമ്പാരിസന് വേണ്ടി. അപ്പൊ ഭക്തിയിൽ വന്ന ശേഷം വലിയ പ്രശ്നങ്ങളൊക്കെ വരുന്നു എന്ന് പറഞ്ഞാൽ അതിന് കാരുണ്യമായിട്ട് കാണണം അല്ലെ എന്നാണ് ഇപ്പം മനസ്സിലാകുന്നത്. ഹരേ കൃഷ്ണ. സംശയമില്ല പ്രഭു, അത് തന്നെയാണ്. അനുഭവിച്ചോളൂ. അനുഗ്രഹമാണത്. അതനുഗ്രഹമാണ്. സീനിയർ ഡിവോട്ടികൾ നമ്മളെ വഴക്ക് പറഞ്ഞാൽ അത് നമുക്കൊരു ബ്ലെസ്സിങ് ആയിട്ട് കണക്കാക്കണം. കൂടുതൽ പ്രശ്നം വരുമ്പോ അർത്ഥം കൂടുതൽ മേഴ്സി വരുന്നുണ്ട്.
അപ്പൊ നമ്മളോട് സ്നേഹം ഉണ്ടായിട്ടുള്ളതുകൊണ്ടല്ലേ പറഞ്ഞു. നമ്മുടെ തെറ്റ് തിരുത്തുകയും ചെയ്തു, തിരിച്ച് മറിച്ച് നമുക്ക് ബ്ലെസ്സിങ് കൂടുതൽ കിട്ടും, ബ്ലെസ്സിങ് കിട്ടി. അത് അവരുടെ ഒരു എന്താ പറഞ്ഞ ഒരു അവരുടെ ഉള്ളിൽ കാഴ്ചയിൽ നമ്മൾ ഉണ്ട് എന്നുള്ള ഒരു അനുഗ്രഹം. പക്ഷെ ഒന്നേ ഉള്ളൂ, വീണ് പോകരുത്. വീഴാതെ എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിക്കാം. ഇത് തന്നെ. അതെ. അപ്പൊ കടലിനോട് അടുത്താലും പ്രശ്നം, അടുത്തില്ലെങ്കിലും പ്രശ്നം. ആ അപ്പൊ ഇത് കാരണം ജയപതാക സ്വാമി മഹാരാജ്, എനിക്കുണ്ടായ ഒരു ഇത് പറഞ്ഞാണ്. ഒരിക്കൽ ഇങ്ങനെ ഗൾഫിൽ വരുമ്പോൾ ഈ സ്വിമ്മിംഗ് പൂളിൽ എന്നെ കൊണ്ടുപോയി കൗണ്ട് ചെയ്യാനുണ്ട്. എന്നിട്ട് അവിടുന്ന് ഇങ്ങനെ ഈ ഇതില് ജമ്പ് ചെയ്ത് നടക്കാൻ കൗണ്ട് ചെയ്യാൻ ഒരു ക്ലിക്കർ എൻ്റെ തന്നു. അപ്പൊ എനിക്കത് പെട്ടെന്ന് പിടിയില്ല. ഞാനത് ക്ലിക്ക് ചെയ്ത് കൗണ്ടർ നമ്പർ തെറ്റിപ്പോയി. അപ്പൊ അത് മേടിച്ച് എന്റെ കൈയിന്റെ ഇത് ഞരമ്പിലിട്ടൊരു കൊട്ട് തന്നിട്ട് ഒരു മാതാജിയുടെ കൊടുത്തു. അത് മഹാരാജിന് മനസ്സിലായി ഞാൻ ചെയ്യണ റോങ് ആണെന്ന് മനസ്സിലായി. ഞാൻ എന്നിട്ടും അത് റോങ് അല്ലാത്തില്ലല്ലോ ഇത് പിന്നെ എനിക്ക് കിട്ടില്ലല്ലോ ചാൻസ് എന്ന് പറഞ്ഞ് ഞാനവിടെ പിടിച്ചു നിന്നു. പക്ഷെ മഹാരാജിന് മനസ്സിലായി ഞാൻ ചെയ്യണ കൗണ്ടർ റോങ് ആണെന്ന്. അത് മേടിച്ചിട്ട് എന്റെ കൈയിന്റെ ഒരു അടി തന്നിട്ട് എന്നിട്ട് ഒരുത്തുന്ന ഒരു മാതാജിക്ക് കൊടുത്തു. ആ മാതാജി പുതിയ മാതാജി ആയിരുന്നു. അപ്പൊ ആ മാതാജിക്ക് സപ്പോർട്ടും കിട്ടി. എനിക്ക് രണ്ട് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തു ആ സ്നേഹം. അതാണ് ആ മാതാജി ഇത് ആഗ്രഹിച്ച് അവിടെ നിന്നു, മറിച്ച് ആ മാതാജിക്ക് കിട്ടുകയും ചെയ്തു. തിരിച്ച് എനിക്കത് ബ്ലെസ്സിങ് ആയിട്ട് കിട്ടുകയും ചെയ്തു. എന്നോടൊന്ന് ചിരിക്കുകയും ചെയ്തു. അത് ഒരു ഇൻസിഡന്റ് ആണ്. അപ്പൊ ആ ശിക്ഷാസ്ത്രത്തിന്റെ അവസാന ശ്ലോകം ഓർമ്മ വന്നു അല്ലേ? അതെ, ശിക്ഷാസ്ത്രത്തിന്റെ അവസാനം. അതെ, മാറിയാലും ഞാൻ വിട്ടുപോകില്ല. മത്പ്രാണനാഥസ്തു സ ഏവനാപര. ഉള്ള കാര്യം പറയാമല്ലോ പ്രഭു. ഇതൊക്കെ വായിച്ചു പോകാനും ഭാവാർത്ഥം നല്ല രസമായിട്ട് വായിക്കാനും എളുപ്പം. ജീവിതത്തില് അല്ല. എന്താ പറഞ്ഞ പ്രഭു? മനസ്സിലാക്കി കേട്ടില്ലല്ലോ. ജീവിതത്തില് കേട്ടില്ല, ക്ലിയർ ആയില്ല. അത് ജീവിതത്തിൽ എളുപ്പമല്ല എന്ന് പറയാം. ശിക്ഷകൾ കൂടി വരുമ്പോ നമുക്ക് വിഷമവും. ഇത് ഇപ്പൊ വായിക്കുമ്പോ ഓക്കെ, അതായിരിക്കും പ്രഭു. അതെ, വായിക്കാൻ എളുപ്പം, പാലിക്കാൻ വിഷമം. കൊള്ളയടിച്ച് കൊണ്ടുപോയില്ല. പ്രഭു ഒന്നുകൂടി കേട്ടില്ല. പ്രഭുപാദിന്റെ ബിസിനസ് എല്ലാരും കൂടി കൊള്ളയടിച്ച് കൊണ്ടുപോയി. മെഡിക്കൽ ബിസിനസ് അവിടെ നിന്ന കടയിലുള്ളവരൊക്കെ ഹൈദരാബാദില്. അതെ. അപ്പൊ ആദ്യം പ്രഭുപാദ് ഒരു നിമിഷം ഒന്ന് ദുഃഖിച്ചു, പിന്നെ പൊട്ടിച്ചിരിച്ചു എന്നല്ലേ പറയുന്നത്. സന്തോഷം തീർത്തും എല്ലാം കൊണ്ടുപോയി. അതെ, മെഡിക്കൽസ് ആണ്. മൂന്ന് മെഡിക്കൽ സ്റ്റോർ ഉണ്ടായിരുന്നല്ലേ ഹൈദരാബാദിൽ. ചിരിയൊന്ന് ആലോചിച്ച് നോക്കി, ഒന്ന് ഇമേജ് ചെയ്ത് നോക്കി. അതെ, നമുക്കത് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും ഈ സബ്ജക്റ്റിൽ? അന്ന് വിളിച്ചു പറഞ്ഞത് ഇനി അങ്ങ് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല, അതെല്ലാം കൊള്ളയടിച്ചു പോയി കഴിഞ്ഞു എന്നാണ് അദ്ദേഹത്തിനോട് പറഞ്ഞത്. ആരോട്? പ്രഭുപാദിനോടേ. പ്രഭുപാദിനോട് ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അദ്ദേഹം എന്തോ ഫോൺ ചെയ്യുക, എന്തോ ലെറ്റർ അയക്കുക, എന്തോ ഉണ്ടായി. അപ്പൊ അതിൽ പറഞ്ഞത് ഇനി ഇങ്ങോട്ട് കാര്യമില്ല, ഇവിടെ ഇതുള്ളൊക്കെ പോയി കഴിഞ്ഞു, ഒക്കെ കൊള്ളയടിച്ചു പോയി എന്ന് പറയാനുണ്ടായി. കട കാലിയായി. കത്തായിരിക്കും, അന്ന് കത്തെഴുത്തല്ലേ?
അതെ കത്തയക്കാൻ അങ്ങനെയാണ്. അതെ. അജിത മാതാജി ഹരേ എന്താ പറഞ്ഞു? ഹരേ കൃഷ്ണ പ്രഭു. അത് തന്നെയാണ് ആദ്യം ഇത് കേട്ടപ്പോ കൊള്ളയടിച്ചോണ്ട് പോയി എന്ന് കേട്ട സെക്കൻഡില് പ്രഭു അതിന് വിഷമം ഉണ്ടായെങ്കിലും അടുത്ത സെക്കൻഡില് പെട്ടെന്ന് അദ്ദേഹം ചിരിച്ചോണ്ട് പറഞ്ഞു അത് ഭഗവാന്റെ അനുഗ്രഹമാണ്. അതായത് ഒരു പശു ഉണ്ടായിരുന്നു, അത് ചത്തുപോയി എന്ന് പറയില്ലേ ആ കഥ, അതുപോലെ അതിനി ഒരു പ്രാരാബ്ദം ഉണ്ടാവില്ലല്ലോ, ഭഗവാനിലേക്ക് അടുക്കാനുള്ള വഴിയാണെന്നും പറഞ്ഞ് പ്രഭു അത് സാധാരണ നമ്മളെപ്പോലുള്ള മനുഷ്യർക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. അതെ പ്രഭു അതെ പറഞ്ഞ പോലെ വായിക്കാന്നല്ലാണ്ട് ഇതൊന്നും ജീവിതത്തില് അറിയില്ല, ആ ലെവലിലേക്ക് ഒന്നും. നാരദരുടെ കഥ പോലെ അല്ലെ? അമ്മ അതെ അതെ പശുവിനെ അല്ല, മീൻസ് പാമ്പ് കടിച്ച് മരിച്ച് പിന്നെ അതിനെ വളരെ പോസിറ്റീവായിട്ട് എടുത്തിട്ടാണല്ലോ ഒന്നാം സ്കന്ധത്തിൽ പറയുന്നത്. അതെ അതെ. നമുക്ക് റിയാലിറ്റിയിൽ വരുമ്പോ പ്രഭു പറഞ്ഞ പോലെ നമുക്ക് റിയാലിറ്റിയിൽ വരുമ്പോ അതൊരു നമുക്ക് ആ രീതിയിൽ ചിന്തിക്കാൻ പറ്റില്ല. പിന്നെ വേറൊരു കഥയിലും ഉണ്ടല്ലോ ഒരു പശു ഉണ്ടായിരുന്നത്, അതും ഇതുപോലെ തന്നെയല്ലേ. ഉം വെള്ളം കുടിക്കാൻ പോയപ്പോ അങ്ങനെ പല സ്ഥലങ്ങളിലും പോയിട്ട് വെള്ളം കിട്ടാണ്ടിരിക്കുക, അവസാനം ഒരു വീട്ടില് കയറി, തീരെ പാവപ്പെട്ട ഒരു വീട്ടില്. ഭഗവാനും എനിക്ക് തോന്നുന്നു കൃഷ്ണൻ ബലരാമനും ആണോ അർജുനനും ആണോ അറിയില്ല, ദാഹിച്ചിട്ട് വെള്ളം കുടിക്കാൻ കയറി. പല വീടുകളിലും സമ്പത്തുള്ള വീടുകളിലൊക്കെ കയറി, പക്ഷെ അവരാരും കൊടുത്തില്ല. അവസാനം ഒരു പാവപ്പെട്ട വൃദ്ധയുടെ വീട്ടിലാണെന്ന് തോന്നുന്നു കയറി. അപ്പൊ ഇവിടെ ഇരിക്കൂ വെള്ളം തരാം എന്ന് പറഞ്ഞ് പോയിട്ട് പായ ഇട്ട് കൊടുത്തിട്ട് പശുവിനെ കറക്കാൻ പോയി. പശുവിനെ കറന്ന് പാല് കൊടുത്തു. വൃദ്ധയായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു, അതോ വൃദ്ധനായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ച് ഇറങ്ങിയപ്പോഴേക്കും ആ പശു ചത്തു പോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ കൂടെ ഉണ്ടായിരുന്ന അർജുനാന്ന് തോന്നുന്നു, അയ്യോ അതെന്താ അങ്ങ് പറഞ്ഞ, പാവം അവർക്ക് ആ ആശ്രയമായിട്ട് ഈ പശുവല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ പറഞ്ഞു അതാണ്, അത് പോട്ടെ എന്ന് പറഞ്ഞു. ആ ഒരു ബന്ധം ഇനി പശുവായിട്ടുള്ള ഒരു ഇതേ ഉള്ളൂ, ഭഗവാനിലേക്ക് അടുപ്പിക്കാനുള്ള ഒരു താമസം അതായിരുന്നു. അതും കൂടെ അത് പോട്ടെ എന്നും പറഞ്ഞങ്ങ്. അതൊരു അനുഗ്രഹമായിരുന്നു. നമുക്ക് അതെ കേൾക്കുമ്പോൾ അതെ അത് ശിക്ഷയായിട്ട് തോന്നിയെങ്കിലും അത് ഉം. അദ്ദേഹത്തെ സംബന്ധിച്ചത് ഒരു അനുഗ്രഹമായിരുന്നു എന്ന്. ഹരേ കൃഷ്ണ. തന്നെയാണ് മാതാജി അതെ ഈ പൂന്താനത്തിന്റെ കുഞ്ഞിന്റെ കാര്യം ഇതുപോലെ തന്നെയല്ലേ, അറ്റാച്ച്മെന്റ് കൂടിയോ എന്ന്. അതെ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. രാജേഷ് പ്രഭു, ഈ 36-ാമത്തെ ശ്ലോകത്തിൽ കുറെ ഗോത്രങ്ങളാണ്, ഗോത്രമല്ല സമ്പ്രദായങ്ങളാണ്. ബൗലിയർ, ബൗലിയ അതെ, ബൗലിയർ അഥവാ ബൗലർ. ഇതിന് കൂടുതലായിട്ട് അറിയാൻ വല്ല വാക്കുണ്ടാകുന്നു ചോദിക്കും. ബൗലിയ സമ്പ്രദായക്കാര്. പ്രഭുവിനോട് ചോദിക്കണം. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചത്. ബൗലിയ സമ്പ്രദായം, ആവൂല സമ്പ്രദായം, സഹജീയ സമ്പ്രദായം, രണ്ട് സമ്പ്രദായത്തെ പറ്റി. പിന്നെ അങ്ങനെ കുറെ പറയുന്നുണ്ട്. പിന്നെ സ്മാർത്തരും ജാതി വ്യവസായം ഒക്കെ ഞാൻ നോട്ട് ചെയ്ത് വെക്കാം, പ്രഭുവിനോട് ചോദിക്കാം. ജാതി, ഓരോ ജാതിക്കാരായിരിക്കും ഒരു ജാതി. സഹജീയ സമ്പ്രദായം, ആവൂല സഹജീയരെ കേൾക്കാറുണ്ട്. പക്ഷെ ഭഗവാൻ തള്ളിക്കളഞ്ഞു എന്ന് പറയുമ്പോ എന്തെങ്കിലും ജാതി കൊണ്ടല്ലല്ലോ തള്ളുന്നത്, എന്തോ കാരണമുണ്ട്. അല്ല, അപ്പോ കമലാകാന്തനെ തള്ളിയോണം. അതെ അതെ, അംഗീകൃതമല്ലാത്ത 13 അനുയായി വിഭാഗങ്ങളിൽ ഒന്നാണ് ബൗലിയർ എന്ന് പറയുന്നത്. അപ്പൊ 13 പേരെ ഭഗവാൻ അംഗീകരിച്ചിട്ടില്ല, എന്തോ കാരണം കൊണ്ട്. മായാവാദമാണോ ഇനി വേറെ എന്തെങ്കിലും ആണോ? മായവൻ തന്നെ. ശിവരമ്പലുള്ള വാശിക്കുന്ന ഭഗവാന്റെ വാസ്തവത്തിൽ അവരെ തള്ളിക്കളഞ്ഞു. 36 46 വായിക്കട്ടെ. സഹജീയര് നരോത്തം പ്രഭു. അല്ല, സഹജീയരെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. അവര് ഈ രാധാറാണിയുടെ വേഷം കെട്ടും, കൃഷ്ണ വേഷം കെട്ടും, അങ്ങനെ അവര് നാടകം അതെ മുന്നേ കേട്ടിട്ടുണ്ട്. ഇത് രണ്ടെണ്ണമാണ് അല്ലാത്തത്, ബൗലിയറും സഹജീര് അഭിനയക്കാരാണല്ലോ അവരേറ്റവും അല്ലെ, അവര് കഥകൾ ഇറക്കും. അതെ അതെ, അവര് എല്ലാ അടുത്ത ആൾക്കാരുടെ പോലെ കാണിക്കും, പെരുമാറും. അത് നമ്മൾ മുന്നേ വന്നിട്ടുണ്ട്. ആവുല സമ്പ്രദായം, ബൗലിയ സമ്പ്രദായം എനിക്ക് തോന്നുന്നു ഇപ്പൊ എത്തിയിട്ട്. ഓക്കെ, അടുത്ത ശ്ലോകം 46 വായിക്കട്ടെ. ഏതശുനി മഹാപ്രഭു ഹാസിദേലാഗീല
ബോലയ്യ കമലാകാന്തേ പ്രസന്ന ഹൈല. ഇത് കേട്ട് ചൈതന്യ മഹാപ്രഭു പ്രസന്നനായി ചിരിക്കുകയും അപ്പോൾ തന്നെ കമലാകാന്ത വിശ്വാസിനെ വിളിക്കുകയും ചെയ്തു. ആചാര്യ കഹേ ഹേ കേനദിലെ ദർശന ദുയി പ്രകരേ കരേ മോരേ വിഡംബന. അദ്വൈതാചാര്യൻ അപ്പോൾ മഹാപ്രഭുവിനോട് പറഞ്ഞു, അങ്ങ് എന്തിനാണ് ഈ മനുഷ്യനെ തിരികെ വിളിക്കുകയും അങ്ങയെ കാണാൻ അനുവദിക്കുകയും ചെയ്യുന്നത്? രണ്ടു വിധത്തിൽ എന്നെ വഞ്ചിച്ചവനാണ് കമലാകാന്തൻ. ശ്ലോകം 48. ശുനിയ പ്രഭുരേ മന പ്രസന്ന ഹൈല ദുൻഹാരാന്തര കഥ ദുൻഹേസേ ജാനില. ഇത് കേട്ടപ്പോൾ ചൈതന്യ മഹാപ്രഭുവിന്റെ മനസ്സ് സംതൃപ്തിയായി. അവർ ഇരുവരുടെയും മനസ്സുകൾ അവർക്ക് മാത്രമേ അന്യോന്യം ഗ്രഹിക്കാൻ കഴിയൂ. പ്രഭു കഹേ ബൗലിയായേ കഹേ കര ആചാര്യരെ ലജ്ജ തർമഹാനി സേ ആചാര. ചൈതന്യ മഹാപ്രഭു കമലാകാന്തനെ ഉപദേശിച്ചു, ഈ കാര്യങ്ങൾ യഥാവിധി അറിയുവാൻ കഴിവില്ലാത്ത ഒരു ബൗലിയാണ്. അപ്പൊ കമലാകാന്തൻ ബൗലി സമ്പ്രദായത്തിലുള്ളവരാണ്. എന്തുകൊണ്ടാണ് നീ ഈ വിധത്തിൽ പ്രവർത്തിച്ചത്? എന്തുകൊണ്ടാണ് നീ അദ്വൈതാചാര്യന്റെ സ്വകാര്യതയിൽ അതിക്രമിച്ച് കയറിയതും അദ്ദേഹത്തിന്റെ ധാർമ്മിക തത്വങ്ങൾക്ക് ഹാനി വരുത്തുകയും ചെയ്തത്? ഭാവാർത്ഥം ജിഷ്ണ പ്രഭുപാദ് കി ജയ്. ജഗന്നാഥ്പുരിയുടെ രാജാവായ പ്രതാപരുദ്രനോട് അദ്വൈതാചാര്യന്റെ 300 രൂപയുടെ കടം തീർക്കാൻ കമലാകാന്തൻ തന്റെ അജ്ഞത മൂലം ആവശ്യപ്പെട്ടു. അതേസമയം തന്നെ അവൻ അദ്വൈതാചാര്യനെ ഭഗവാന്റെ അവതാരമായി സ്ഥാപിക്കുകയും ചെയ്തു. ഇത് വൈരുദ്ധ്യമാണ്. ഭഗവാന്റെ ഒരു അവതാരം ഈ ഭൗതിക ലോകത്തിലെ ആരുടെയും കടക്കാരനാകില്ല. രസാഭാസം എന്ന് വിളിക്കപ്പെടുന്ന, അല്ലെങ്കിൽ ഒരു രസം മറ്റേ രസത്തിന് മേൽ അതിക്രമിക്കുന്ന അത്തരമൊരു വൈരുദ്ധ്യത്തിൽ മഹാപ്രഭു ഒരിക്കലും സംതൃപ്തനായിരുന്നില്ല. നാരായണൻ ദരിദ്രഗ്രസ്തനാണെന്ന്, അതായത് ദരിദ്രനാരായണൻ പരസ്പരം വിരുദ്ധമായ അതേ പ്രസ്താവനയുടെ മറ്റൊരു പതിപ്പാണിത്, ദരിദ്രനാരായണൻ. ശ്ലോകം 50. പ്രതിഗ്രഹേ കബൂന കരിബേരാജധന വിഷൈരാന്ന ഖായിലേ ദുഷ്ടഹയ മന. എന്റെ ഗുരുവായ അദ്വൈതാചാര്യൻ ധനികരായ ആളുകളിൽ നിന്നോ അല്ലെങ്കിൽ രാജാക്കന്മാരിൽ നിന്നോ ഒരിക്കലും ദാനം സ്വീകരിക്കുകയില്ല. എന്തുകൊണ്ടെന്നാൽ അത്തരം വിഷയങ്ങളിൽ നിന്ന് ധനമോ ധാന്യമോ സ്വീകരിക്കുന്ന ഒരു ആധ്യാത്മിക ഗുരുവിന്റെ മനസ്സ് മലിനപ്പെടും. ഭാവാർത്ഥം ജിഷ്ണ പ്രഭുപാദ് കി ജയ്. വിഷയങ്ങളിൽ നിന്ന് ധനമോ ഭക്ഷണമോ സ്വീകരിക്കുന്നത് വളരെ അപകടകരമാണ്. അപ്രകാരമുള്ള ദാനം അത് സ്വീകരിക്കുന്നവന്റെ മനസ്സിനെ കളങ്കപ്പെടുത്തും. വൈദിക സമ്പ്രദായ പ്രകാരം ഒരുവൻ സന്യാസിമാർക്കും ബ്രാഹ്മണർക്കും ദാനം നൽകണം. എന്തുകൊണ്ടെന്നാൽ അങ്ങനെ ദാനം നൽകുന്ന ഒരാൾ പാപപ്രവൃത്തികളിൽ നിന്ന് മുക്തനാകും. ആയതിനാൽ പണ്ട് ബ്രാഹ്മണർ ധർമ്മിഷ്ഠനല്ലാത്ത ഒരു വ്യക്തിയിൽ നിന്ന് ദാനം സ്വീകരിക്കുമായിരുന്നില്ല. ഭഗവാൻ ചൈതന്യ മഹാപ്രഭു എല്ലാ ആധ്യാത്മിക ഗുരുക്കന്മാർക്കും ഈ നിർദ്ദേശം നൽകുന്നു. അവിഹിത ലൈംഗികം, ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം, ചൂതാട്ടം, മാംസഭക്ഷണം തുടങ്ങിയ പാപകരമായ പ്രവൃത്തികൾ ഉപേക്ഷിക്കാൻ താല്പര്യമില്ലാത്ത വിഷയികളായ വ്യക്തികൾ ചിലപ്പോൾ തങ്ങളുടെ ശിഷ്യന്മാരാകാൻ ആഗ്രഹം പ്രകടിപ്പിക്കാറുണ്ട്. ശിഷ്യന്മാരെ അവരുടെ താല്പര്യങ്ങൾ പരിഗണിക്കാതെ സ്വീകരിക്കുന്നു. ഗുരുപദവിയെ തൊഴിലാക്കുന്ന ആധ്യാത്മിക ഗുരുക്കന്മാരുണ്ട്. പക്ഷേ വൈഷ്ണവർ അത്തരം വില കുറഞ്ഞ ശിഷ്യന്മാരെ സ്വീകരിക്കാറില്ല. കുറഞ്ഞപക്ഷം ഒരു ശിഷ്യൻ പാലിക്കേണ്ട നിബന്ധനകൾ സ്വീകരിക്കാൻ സന്നദ്ധനാകുന്ന ഒരുവന് മാത്രമേ യഥാർത്ഥ ഗുരു ശിഷ്യനായി സ്വീകരിക്കുകയുള്ളൂ. വൈഷ്ണവ തത്വങ്ങൾ അനുസരിച്ചുള്ള നിയമനിബന്ധനകൾ പിന്തുടരാത്ത വ്യക്തികളിൽ നിന്ന് ഒരു വൈഷ്ണവൻ ദാനമോ ഭക്ഷണമോ പോലും സ്വീകരിക്കരുത്. ശ്ലോകം 51. മനദുഷ്ട ഹൈലേനഹേ കൃഷ്ണരെ സ്മരണ കൃഷ്ണസ്മൃതി വിനുഹയ നിഷ്ഫല ജീവന. മനസ്സ് മലിനപ്പെടുമ്പോൾ കൃഷ്ണസ്മരണം ദുഷ്കരമാകും. കൃഷ്ണസ്മരണം തടസ്സപ്പെട്ടാൽ ഒരുവന്റെ ജീവിതം നിഷ്ഫലമാവുന്നു. ഭാവാർത്ഥം ജിഷ്ണ പ്രഭുപാദ് കി ജയ്. ഒരു ഭക്തൻ എല്ലായ്പ്പോഴും മനസ്സ് പ്രത്യക്ഷ നിർഭരവും ഉത്സാഹപൂർവമായി സൂക്ഷിക്കാൻ ജാഗ്രത പാലിക്കണം. അങ്ങനെ ചെയ്താൽ അവൻ എല്ലായ്പ്പോഴും കൃഷ്ണ ഭഗവാനെ സ്മരിക്കാൻ കഴിയും. ഒരു ഭക്തൻ എല്ലായ്പ്പോഴും മനസ്സ്
പ്രത്യക്ഷാനിർഭരവും ഉത്സാഹപൂർവമായി സൂക്ഷിക്കാൻ ജാഗ്രത പാലിക്കണം. അങ്ങനെ ചെയ്താൽ അവന് എല്ലായ്പ്പോഴും കൃഷ്ണ ഭഗവാനെ സ്മരിക്കാൻ കഴിയും. ശാസ്ത്രങ്ങൾ പ്രസ്താവിക്കുന്നു, സ്മർത്തവ്യം സതതം വിഷ്ണു. ഭക്തി ജീവിതത്തിൽ ഒരുവൻ എല്ലായ്പ്പോഴും വിഷ്ണുവിനെ സ്മരിക്കണം. ശീല സുഖദേവ് ഗോസ്വാമി പരീക്ഷിത് മഹാരാജാവിന് ഉപദേശിക്കുന്നു, സ്മർത്തവ്യോ നിത്യസ്യ. ശ്രീമദ് ഭാഗവത്തിലെ ദ്വിതീയ സ്കന്ധത്തിന്റെ പ്രഥമാധ്യായത്തിൽ ശ്രീ ശുഗൻ പരീക്ഷത്തിനെ ഇപ്രകാരം ഉപദേശിച്ചു, തസ്മാത് ഭാരത സർവാത്മാ ഭഗവാൻ ഈശ്വരോ ഹരി. ശ്രോതവ്യം കീർത്തിതവ്യം സ്മർത്തവ്യശ്ച ഭയം. അല്ലയോ ഭാരത, സർവസന്താപങ്ങളിൽ നിന്നും മുക്തനാകാൻ ആഗ്രഹിക്കുന്ന ഒരുവൻ നിബന്ധമായും എല്ലാ ക്ലേശനാശകനും രക്ഷാപുരുഷനും നിയന്താവും പരമാത്മാവുമായ ഭഗവാനെ കുറിച്ച് ശ്രവണം ചെയ്യുകയും അവിടുത്തെ സ്തുതിക്കുകയും സ്മരിക്കുകയും ചെയ്യണം. ഭാഗവതം 2:1-5. ഒരു വൈഷ്ണവന്റെ എല്ലാ പ്രവൃത്തികളുടെയും സംഗ്രഹം ഇതാണ്. അതേ ഉപദേശം ഇവിടെ ആവർത്തിച്ചിരിക്കുന്നു. കൃഷ്ണ സ്മൃതി വിനുഹയ നിഷ്ഫല ജീവന. ശ്രീല രൂപഗോസ്വാമി തന്റെ ഭക്തിരസാമര സിന്ധുവിൽ പറയുന്നു, അവ്യർത്ഥകാലത്വം. ഒരു വൈഷ്ണവൻ അവന്റെ ആയുസിന്റെ വിലപ്പെട്ട ഒരു നിമിഷം പോലും വ്യർത്ഥമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇത് വൈഷ്ണവന്റെ ലക്ഷണമാണ്. എന്നാൽ ഇന്ദ്രിയ സുഖത്തിൽ മാത്രം തൽപരരായ വിഷയങ്ങളോടുള്ള സംസർഗം ഒരുവന്റെ മനസ്സിനെ മലിനപ്പെടുത്തുകയും കൃഷ്ണ ഭഗവാനെ കുറിച്ചുള്ള നിരന്തര സ്മരണയ്ക്ക് വിഘ്നം വരുത്തുകയും ചെയ്യുന്നു. ശ്രീ ചൈതന്യ മഹാപ്രഭു അതിനാൽ ഉപദേശിച്ചു, അസത് സംഗത്യാഗ വൈഷ്ണവ ആചാര. ഒരു വൈഷ്ണവൻ അഭക്തരോട് അഥവാ ഭൗതികവാദികളോട് ഒരിക്കലും സംഘത്തിലാകാൻ ഇടവരാത്ത വിധം പെരുമാറണം. ചൈതന്യ ചരിതാമൃതം. കൃഷ്ണനെ സദാഹൃദയത്തിൽ സ്മരിക്കുന്നതിലൂടെ അത്തരം സമ്പർക്കം ഒഴിവാക്കാൻ കഴിയും. അസത്സംഗ ചാടോപ്പായി. ശ്ലോകം 52. ലോകലജ്ജ ഹയ ധർമ്മ കീർത്തി ഹൈ ഹാനി ഐച്ഛേ കർമ്മന കരിഹ കബൂഹിഹ ജാനി. വിവർത്തനം. അപ്രകാരം ഒരുവൻ ജനങ്ങൾക്കിടയിൽ ജനസമ്മതി ഇല്ലാത്തവനായിത്തീർന്നു. കാരണം ഇത് ഒരുവൻ ധാർമ്മികതയ്ക്കും യശസ്സിനും ക്ഷതമുണ്ടാക്കുന്നു. ഒരു വൈഷ്ണവൻ, പ്രത്യേകിച്ച് ആധ്യാത്മിക ഗുരുവായ ഒരുവൻ നിശ്ചയമായും ആ വിധത്തിൽ പ്രവർത്തിക്കരുത്. ഒരുവൻ എല്ലായ്പ്പോഴും ഈ വസ്തുതയെക്കുറിച്ച് ബോധവാനായിരിക്കണം. ശ്ലോകം 53. ശിക്ഷ സഭാക്കാരേ സഭമനെ കൈല ആചാര്യ ഗോസായി മനെ ആനന്ദ പായില. വിവർത്തനം. ചൈതന്യ മഹാപ്രഭു കമലാകാന്തന് ഈ ഉപദേശം നൽകിയപ്പോൾ അവിടെ സന്നിഹിതരായിരുന്ന എല്ലാവരും അത് തനിക്ക് വേണ്ടിയുള്ളതാണെന്ന് കരുതി. അപ്രകാരം അദ്വൈതാചാര്യൻ സന്തോഷവാനായി. ആചാര്യരെ അഭിപ്രായ പ്രഭു മാത്ര ബുൽസേ പ്രഭുരെ ഗംഭീരവാക്യ ആചാര്യ സമുൽസേ. അദ്വൈതാചാര്യന്റെ ഉദ്ദേശം മനസ്സിലാക്കാൻ മഹാപ്രഭുവിന് മാത്രമേ കഴിഞ്ഞുള്ളൂ. അവിടുത്തെ ഗൗരവപരമായ ഉപദേശം അദ്വൈതാചാര്യൻ മനസ്സിലാക്കുകയും അഭിനന്ദിക്കുകയും ചെയ്തു. ശ്ലോകം 55. ഏത്തെ പ്രസ്താവയാച്ചേ ബഹുധ വിചാര ഗ്രന്ഥ ബാഹുല്യഭ്യയേ സ നാരി ലിഖിബാര. ഈ പ്രസ്താവനയിൽ പല രഹസ്യ പരിഗണനകളും ഉണ്ട്. ഈ ഗ്രന്ഥത്തിന്റെ അനാവശ്യമായ വിസ്താര ഭയം മൂലം ഞാൻ അവയെല്ലാം എഴുതുന്നില്ല. ഈ പ്രസ്താവനയിൽ പല രഹസ്യ പരിഗണനകളുമുണ്ട്. ഈ ഗ്രന്ഥത്തിന്റെ അനാവശ്യമായ വിസ്താര ഭയം മൂലം ഞാൻ അവയെല്ലാം എഴുതുന്നില്ല. ശ്ലോകം 56. ശ്രീ യദുനന്ദാനാചാര്യ അദ്വൈതരെ ശാഖ താന്ത്രശാഖ ഉപശാഖരേ നാഹിഹയ ലേഖ. അദ്വൈതാചാര്യന്റെ 5ാമത്തെ ശാഖ യദുനന്ദനാചാര്യനായിരുന്നു. അദ്ദേഹത്തിന് അനവധി ശാഖകളും ഉപശാഖകളും ഉണ്ടായിരുന്നു. അവയെ എല്ലാത്തിനെയും കുറിച്ച് എഴുതുക അസാധ്യമാണ്. ആ വാർത്തം ജ്യേഷ്ഠ പ്രഭുപാദം ചെയ്യും. യമുനനന്ദനാചാര്യൻ രഘുനാഥ ഗോസ്വാമിയുടെ ദീക്ഷാഗുരുവായിരുന്നു. മറ്റു വാക്കുകളിൽ രഘുനാഥദാസ് ഗോസ്വാമി ഒരു ഗൃഹസ്ഥാശ്രമിയായിരുന്നപ്പോൾ യദുനന്ദനാചാര്യൻ അദ്ദേഹത്തിന് ഗ്രഹത്തിൽ വച്ച് ദീക്ഷ നൽകി. പിന്നീട് രഘുനാഥ ദാസ് ഗോസ്വാമി ജഗന്നാഥ് പുരിയിൽ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ആശ്രയം സ്വീകരിച്ചു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു, കഴിഞ്ഞ ശ്ലോകത്തിലെ 55 എടുത്ത് വായിച്ചില്ലേ? അത് അനാവശ്യമായ വിസ്താര ഭയം. അതെന്താണത് അങ്ങനെ? ഈ ഗ്രന്ഥത്തിന്റെ
ഈ പ്രസ്താവനയിൽ പല രഹസ്യ പരിഗണന, അതായത് ഇത്രയും നേരം പ്രസ്താവിച്ച കാര്യങ്ങളിലൊക്കെ രഹസ്യ പരിഗണനകളുണ്ട്. അത് രഹസ്യമായിട്ടുള്ള അവർക്കൊക്കെ അതിവിടെ വിവരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അല്ലെങ്കിൽ വിവരിച്ച് പരസ്യമാക്കണ്ട എന്നുള്ള പോലെയാണ് ഉദ്ദേശം. അതന്നെ അതന്നെ. കാരണം എന്താ വെച്ചാൽ അത് ഈ ഗ്രന്ഥം എഴുതുമ്പോൾ കൂടുതൽ അതിനെപ്പറ്റി വിസ്തരിക്കേണ്ടി വരും. വിസ്തരിച്ച് എഴുതേണ്ടി വരും എന്നുള്ള അത് ആ ഒരു ഐക്യം. പറയാൻ പാടില്ലാത്തതെല്ലാം പറഞ്ഞു. അത് മീൻസ് കൂടുതൽ പറയാം. അതെ. ഗ്രന്ഥം എഴുതുമ്പോ ഇത് രചിക്കുമ്പോ അല്ലെങ്കിൽ അനാവശ്യമായ വിസ്താര ഭയം മൂലം ഞാൻ അവയില്ല. അപ്പൊ കൂടുതൽ വിസ്തരിച്ച് പോകുമ്പോ അത് എന്തോ എങ്കിലും അതുണ്ടാവും, അല്ലെങ്കിൽ വിസ്താര ഭയം മൂലം ഞാൻ അവയെല്ലാം എഴുതുന്നില്ല എന്നാണ്. ഇത് കൃഷ്ണരാജ് കവിരാജ് ഗോസ്വാമി പറയുന്നല്ലേ? അദ്ദേഹം ഈ കഴിഞ്ഞ പ്രസ്താവനയിലൊക്കെ രഹസ്യമായിട്ടുള്ള പരിഗണനകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത്. അനാവശ്യമായിട്ട് ചില കാര്യങ്ങൾ വിസ്തരിക്കേണ്ട എന്നുള്ള ആ ഒരു ഇത് വരാതിരിക്കാൻ. അതെ. അത് ഗ്രന്ഥം എഴുതുമ്പോ കൂടുതൽ ഒരുപാട് വലിച്ചു കിട്ടണ്ട എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയായിരിക്കും. വിസ്താര ഭയം മൂലം ഞാൻ അവയെല്ലാം എഴുതുന്നില്ല. ശ്ലോകം 57 വായിക്കട്ടെ. 57 വാസുദേവദത്തേരേ അതല്ല, നീ ഏതാ വായിക്കണ്ടേ? 57 വാസുദേവദത്തേരേ തേൻഹോ കൃപാരഭാജന സർവഭാവേ ആശ്രിയാച്ചേ ചൈതന്യ ചരണ. യദുനന്ദനം ആചാര്യൻ വാസുദേവദത്തന്റെ ശിഷ്യനായിരുന്നു. അദ്ദേഹത്തിന് വാസുദേവദത്തന്റെ എല്ലാ കാരുണ്യവും ലഭിച്ചിരുന്നു. അതിനാൽ അദ്ദേഹത്തിന് ചൈതന്യ മഹാപ്രഭുവിന്റെ പാദപങ്കജങ്ങൾ സർവഭാവേന സ്വീകരിക്കാൻ കഴിഞ്ഞു. ഭാവാർത്ഥം ജസ്റ്റ് പ്രഭുപാദ്. ദത്തൻ മുമ്പ് വൃന്ദാവനത്തിലെ മധുവ്രതൻ എന്ന ഗായകനായിരുന്നുവെന്ന് ഗൗരഗണോദേശ ദീപികയിൽ 140 വിവരിച്ചിട്ടുണ്ട്. ശ്ലോകം 58 ഭാഗവതാചാര്യ വിഷ്ണുദാസ ആചാര്യ ചക്രപാണി ആചാര്യ അനന്ത ആചാര്യ. ഭാഗവതാചാര്യൻ, വിഷ്ണുദാസ് ആചാര്യൻ, ചക്രപാണി ആചാര്യൻ, അനന്താചാര്യൻ എന്നിവർ അദ്വൈതാചാര്യന്റെ 6ാമത്തെയും 7ാമത്തെയും 8ാമത്തെയും 9ാമത്തെയും ശാഖകളായിരുന്നു. ഭാവാർത്ഥം വിഷ്ണു പ്രഭുപാദ് കി ജയ്. ഭാഗവതാചാര്യൻ നേരത്തെ അദ്വൈതാചാര്യന്റെ അനുയായി ആയിരുന്നെന്നും പിന്നീട് ഗദാധര പണ്ഡിതന്റെ അനുയായികൾക്കൊപ്പം കണക്കാക്കപ്പെട്ടെന്നും ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി തന്റെ അനുഭാഷ്യത്തിൽ വിവരിക്കുന്നു. യദുനന്ദനദാസൻ രചിച്ച ശാഖാനിർണയാമൃതം എന്ന ഗ്രന്ഥത്തിന്റെ 6ാം ശ്ലോകത്തിൽ ഭാഗവതാചാര്യൻ പ്രേമതരംഗിണി എന്നൊരു ഗ്രന്ഥം ചിട്ടപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. ഗൗരഗണോദശ ദീപികയിൽ 195 പറയുന്നതനുസരിച്ച് ഭാഗവതാചാര്യൻ മുമ്പ് വൃന്ദാവനത്തിലെ ശ്വേതമഞ്ജരിയായിരുന്നു. ഭാഗവതാചാര്യൻ വിഷ്ണുദാസ് ആചാര്യൻ ഖേദാരി മഹോത്സവ വേള ഇതിനു മുമ്പ് നമ്മൾ വായിച്ചിട്ടുണ്ട്. ഖേദാരി സന്നിഹിതനായിരുന്നു. അദ്ദേഹം അച്യുതാനന്ദനോടൊപ്പം അവിടെ പോയതെന്നും ഭക്തിരത്നാകരം 10ാം തരംഗത്തിൽ പറയുന്നു. അനന്ത ആചാര്യൻ 8 മുഖ്യ ഗോപികമാരിൽ ഒരാളായ സുദേവിയായിരുന്നു. അഷ്ടസഖികളിൽ ഒരാളായിരുന്നു അനന്താചാര്യൻ എന്ന് പറയുന്നത്. അതാണ് സുദേവി. പിന്നീട് അദ്വൈതാചാര്യന്റെ അനുയായി വൃന്ദത്തിലായിരുന്നെങ്കിലും പിന്നീട് ഗദാധര സ്വാമിയുടെ ഒരു മുഖ്യ ഭക്തനായി തീർന്നു. ആരാ? അനന്താചാര്യൻ അല്ലെ? അതെ. ഹരേ കൃഷ്ണ. ശ്ലോകം 59 നന്ദിനി ആര കാമദേവ ചൈതന്യദാസ ദുർലഭ വിശ്വാസാര വനമാലിദാസ. നന്ദിനി, കാമദേവൻ, ചൈതന്യദാസൻ, ദുർലഭ വിശ്വാസൻ ഒറ്റ പേരാ. ദുർലഭ വിശ്വാസൻ. നല്ല പേരുകളാണ്. നന്ദിനി, കാമദേവൻ, ചൈതന്യദാസൻ, ദുർലഭ വിശ്വാസൻ, വനമാലിദാസൻ എന്നിവർ അദ്വൈതാചാര്യന്റെ 10ാമത്തെയും 11ാമത്തെയും 12ാമത്തെയും 13ാമത്തെയും 14ാമത്തെയും ശാഖകളായിരുന്നു. ശ്ലോകം 60. ഹരേ കൃഷ്ണ. രേഷ 58 പറയുന്നില്ലേ ഭാഗവതാചാര്യൻ, അത് തന്നെയല്ലേ അനന്താചാര്യൻ? അത് തന്നെയാണോ അനന്താചാര്യൻ? ഭാഗവതാചാര്യൻ വേറെ പേരല്ലേ? ഭാഗവതാചാര്യൻ, വിഷ്ണുദാസ് ആചാര്യൻ, ചക്രപാണി ആചാര്യൻ, അനന്താചാര്യൻ. അദ്വൈതാചാര്യന്റെ 6ാമത്തെ ശാഖയെ പറ്റി 7ാമത്തെ 8ാമത്തെ ശാഖയെ പറ്റിയല്ല അത്. ഭാഗവതാചാര്യൻ എന്ന് പറയുന്നത് അദ്വൈതാചാര്യന്റെ 6ാമത്തെ, വിഷ്ണുദാസ് ആചാര്യൻ എന്ന് പറഞ്ഞ 7ാമത്തെ,
ചക്രവാണി ആചാര്യൻ 8ാമത്തെ, ആ അനന്താചാര്യൻ 9ാമത്തെ, അങ്ങനെയാണ് ഓക്കെ 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 ശാഖകൾ. അനന്താചാര്യൻ. അപ്പൊ അതിനെപ്പറ്റി ആ ശാഖകളെ പറ്റി ഇനി അടുത്തത് പറയാൻ പോണത് 10ാമത്തെയും 11ാമത്തെയും 12ാമത്തെയും 13ാമത്തെ ശാഖകളെ പറ്റിയാണ്. അതായത് നന്ദിനി എന്ന് പറയുന്നത് 10ാമത്തെ, കാമദേവൻ 11, ചൈതന്യദാസൻ 12, ദുർലഭ വിശ്വാസൻ 13, വനമാലിദാസൻ 14ാമത്തെ. അതാണ്. ഇപ്പൊ 14 വരെ. ഇനി 60ാമത്തെ എന്താ പറയുന്നത്? 60ാമത്തേല് ജഗന്നാഥ കരഭവനാഥ ഹൃദയാനന്ദ സേന ദാസബോലനാഥ. ജഗന്നാഥകരനും ഭവനാഥകരനും ഹൃദയാനന്ദ സേനനും ഭോലാനാഥദാസനും അദ്വൈതാചാര്യന്റെ 15ാമത്തെയും 16ാമത്തെയും 17ാമത്തെയും 18ാമത്തെയും ശാഖകളായിരുന്നു. ശാഖകളെ പറ്റിയാ പറഞ്ഞത്. അപ്പൊ ജഗന്നാഥൻ എന്ന് പറയുന്നത് അദ്വൈതാചാര്യന്റെ 15, പിന്നെ ഭവനാഥകാരൻ 16, ഹൃദയാനന്ദ സേനൻ 17, പിന്നെ എന്താ ഭോലനാഥദാസൻ 18ാമത്തെ അദ്വൈതാചാര്യന്റെ. ശ്ലോകം 61. യാദവദാസ വിജയദാസ ദാസ ജനാർദ്ദന അനന്തദാസ കാനു പണ്ഡിത ദാസപ നാരായണ. യാദവദാസൻ, വിജയദാസൻ, ജനാർദ്ദനദാസൻ, അനന്തദാസൻ, കാനു പണ്ഡിതൻ, നാരായണൻ എന്നിവർ അദ്വൈതാചാര്യന്റെ 19, 20, 21, 22ാമത്തെ, 23ാമത്തെ, 24ാമത്തെ ശാഖകളായിരുന്നു. ആണ് യാദവദാസൻ, വിജയദാസൻ, ജനാർദ്ദനദാസൻ, അനന്തദാസൻ, കാനു പണ്ഡിതൻ, നാരായണൻ. ഇപ്പൊ 24ാമത്തെ ശാഖ വരെ എത്തി. അടുത്തത് ശ്രീവത്സ പണ്ഡിത ബ്രഹ്മചാരി ഹരിദാസ പുരുഷോത്തമ ബ്രഹ്മചാരി ആരകൃഷ്ണദാസ. ശ്രീവത്സ പണ്ഡിതൻ, ഹരിദാസ ബ്രഹ്മചാരി, പുരുഷോത്തമ ബ്രഹ്മചാരി, കൃഷ്ണദാസൻ എന്നിവർ അദ്വൈതാചാര്യന്റെ 25ാമത്തെ, 26ാമത്തെ, 27ാമത്തെ, 28ാമത്തെ ശാഖകളായിരുന്നു. അദ്വൈതാചാര്യന്റെ ശാഖകളാണ് ഇത്രയേ ഉള്ളൂ. ശ്രീവത്സ പണ്ഡിതൻ, ഹരിദാസ് ബ്രഹ്മചാരി. അപ്പൊ 28ാമത്തെ ശാഖകൾ വരെ എത്തി. ശ്ലോകം 63. പുരുഷോത്തമ പണ്ഡിത ആര രഘുനാഥ വനമാലി കവിചന്ദ്ര ആര വൈദ്യനാഥ. അതായത് പുരുഷോത്തമ പണ്ഡിതൻ, രഘുനാഥൻ, വനമാലി, കവിചന്ദ്രൻ, വൈദ്യനാഥൻ എന്നിവർ അദ്വൈതാചാര്യന്റെ 29ാമത്തെയും 30ാമത്തെയും 31ാമത്തെയും 32ാമത്തെയും ശാഖകളായിരുന്നു. പുരുഷോത്തമ പണ്ഡിതൻ, രഘുനാഥൻ, വനമാലി, കവിചന്ദ്രൻ, വൈദ്യനാഥൻ എന്നിവർ അദ്വൈതാചാര്യന്റെ 29, 30, 31, 32. അടുത്ത 64. ലോകനാഥ പണ്ഡിത ആര മുരാരി പണ്ഡിത ശ്രീഹരിചരണ ആര മാധവ പണ്ഡിത. ലോകനാഥ പണ്ഡിതൻ, മുരാരി പണ്ഡിതൻ, ശ്രീഹരിചരണൻ, മാധവ പണ്ഡിതൻ എന്നിവർ അദ്വൈതാചാര്യന്റെ 33ാമത്തെയും 34ാമത്തെയും 35ാമത്തെയും 36ാമത്തെയും ശാഖകളായിരുന്നു. ശ്ലോകം 65. വിജയ പണ്ഡിത ആര പണ്ഡിത ശ്രീരാമ അസംഖ്യാദ്വൈത ശാഖ കഥലൈബനാമ. വിജയ പണ്ഡിതൻ, ശ്രീരാമ പണ്ഡിതൻ എന്നിവർ അദ്വൈതാചാര്യന്റെ 2 പ്രധാന ശാഖകളായിരുന്നു. അതാണ് പ്രധാനപ്പെട്ട ശാഖകളായിരുന്നു. ഏതൊക്കെയാ? വിജയ പണ്ഡിതൻ, ശ്രീരാമ പണ്ഡിതൻ. അതിലെ പ്രധാന എന്ന് പറയുന്നത് ഇവര് രണ്ടുപേരെ പറ്റി ഇപ്പൊ ലാസ്റ്റ് പ്രധാനപ്പെട്ട ശാഖകൾ എന്ന് പറഞ്ഞിട്ടുള്ളൂ. അസംഖ്യ ശാഖകളുണ്ട്, പക്ഷെ അവയെ എല്ലാം പ്രതിപാദിക്കാൻ എനിക്ക് അനുവില്ല. ഇനി അനേക ശാഖകളുണ്ട്, പക്ഷെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ശ്രീരാമ പണ്ഡിതൻ അദ്വൈതാചാര്യന്റെ 2 പ്രധാന ശാഖകളിൽപ്പെട്ടതാണ് വിജയ പണ്ഡിതനും ശ്രീരാമ പണ്ഡിതനും. അത് എത്രാമത്തെയാണ്? 37, 38. ഇനി ഭാവാർത്ഥം പറയുന്നു. ശ്രീവാസ പണ്ഡിതൻ നാരദമുനിയുടെ ഒരു അവതാരമായിരുന്നു. ശ്രീവാസ പണ്ഡിതൻ നാരദമുനിയുടെ അവതാരമായിരുന്നു. അപ്പൊ നാരദമുനിയുടെ പഞ്ചതത്വല്ലേ ശ്രീവാസല്ലേ? ശ്രീവാസ പണ്ഡിതൻ, അതെ, ശ്രീവാസ പണ്ഡിതൻ. അതാ നാരദമുനി എന്ന് പറഞ്ഞിട്ടില്ല. നാരദമുനി നാരദമുനിക്ക് മുമ്പുള്ള ഏതായിരുന്നു? നാരദമുനി എന്തിൽ നിന്നാണ്? ഒരു ഇതുണ്ടല്ലോ നാരദമുനിയുടെ അതിന് മുമ്പുള്ള അവതാരം എന്തായിരുന്നു? പാട്ട് ഗന്ധർവൻ അല്ലെ? അതെ. പക്ഷെ പ്രഭു ഇവിടെ ഈ 65-ല്
വിജയ പണ്ഡിത ആരാ? പണ്ഡിത വിജയ ശ്രീരാം. പണ്ഡിതൻ, ശ്രീരാമ പണ്ഡിതൻ എന്ന് പറഞ്ഞ അദ്വൈതത്തിന്റെ രണ്ട് പ്രധാനം. അപ്പൊ ആ ശ്രീവാസ പണ്ഡിതന്റെ കാര്യം എന്താ അവിടെ പറയുന്നത്? ഓക്കെ. ശ്രീവാസ പണ്ഡിതൻ പ്രകാരം ശ്രീവാസന്റെ ഇളയ സഹോദരനായ ശ്രീരാമ. അപ്പൊ ശ്രീരാമ ശ്രീവാസ പണ്ഡിതൻ പണ്ഡിതന്റെ ഇളയ സഹോദരനാണ് ശ്രീരാമ. സഹോദരനാണ് ശ്രീരാമ പണ്ഡിതൻ. വിജയ പണ്ഡിതനും ശ്രീരാമ പണ്ഡിതനും. പക്ഷെ ഇവർ രണ്ടുമാണ് പ്രധാന ശാഖകളായിരുന്നെന്ന് ഇതിനകത്ത് പറയുന്നത്. അത് ശ്രീരാമ പണ്ഡിതൻ നാരദമുനിയുടെ പർവ്വതമുനിയുടെ അവതാരം എന്നും കൂടി പറയുന്നുണ്ട്. അതെ. അത് രണ്ട്. അപ്പൊ നാരദമുനി പർവ്വതമുനി എത്തി ഇവിടെ. നാരദമുനി അറിയാം അതെ. ശ്രീരാമ പണ്ഡിതനാണ് പർവ്വതമുനി. ഇനി വരുന്നുണ്ട്, ഇനി അതിന്റെ കണ്ടിന്യൂസ് വരുന്നുണ്ട്. അതായത് ഭാവാർത്ഥി പറയുന്നു, ശ്രീവാസ പണ്ഡിതൻ നാരദമുനിയുടെ ഒരു അവതാരമായിരുന്നു. അപ്രകാരം ശ്രീവാസന്റെ ഇളയ സഹോദരനായ ശ്രീരാമ പണ്ഡിതൻ നാരദമുനിയുടെ ഉറ്റമിത്രവുമായിരുന്നു. ഉറ്റമിത്രമായിരുന്ന പർവ്വതമുനിയുടെ ഒരു അവതാരമായി. അപ്പൊ പർവ്വതമുനിയുടെ അവതാരമാണ് ആരാണ്? ശ്രീരാമ പണ്ഡിതൻ. നല്ല വളരെ രസകരം. അടുത്ത ശ്ലോകം 66. മാലിദത്ത ജല അദ്വൈത സ്കന്ധ യോഗായ സേജലജിയ ശാഖേ ഫുലുഫലപായ. യഥാർത്ഥ ഉദ്യാനപാലകനായ ശ്രീ ചൈതന്യ മഹാപ്രഭു വിതരണം ചെയ്ത ജലം അദ്വൈത സ്കന്ധം സ്വീകരിച്ചു. ഈ വിധത്തിൽ ഉപശാഖകൾ പോഷിപ്പിക്കപ്പെടുകയും അവയിൽ പുഷ്പങ്ങളും ഫലങ്ങളും സമൃദ്ധിയായി വളരുകയും ചെയ്തു. യഥാർത്ഥ ഉദ്യാനപാലകനായ ശ്രീചൈതന്യ മഹാപ്രഭു വിതരണം ചെയ്ത അദ്വൈത സ്കന്ധം സ്വീകരിച്ചു. ജലം അദ്വൈത സ്കന്ധം സ്വീകരിച്ചു. ഈ വിധത്തിൽ ഉപശാഖകൾ പോഷിപ്പിക്കപ്പെടുകയും അവയിൽ പുഷ്പങ്ങളും ഫലങ്ങളും സമൃദ്ധമായി വളരുകയും ചെയ്തു. ഭക്തിവൃക്ഷ. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം ചില പ്രഭുപാദ് കി ജയ്. ശ്രീ ചൈതന്യ മഹാപ്രഭു വിതരണം ചെയ്ത ജലത്താൽ പുഷ്ടി പ്രാപിച്ച അദ്വൈതാചാര്യന്റെ ശാഖകൾ യഥാർത്ഥ ആചാര്യന്മാരായി പരിഗണിക്കപ്പെടേണ്ടതാണ്. നാം ഇതിനു മുമ്പ് ഇവിടെ ചർച്ച ചെയ്തതുപോലെ അദ്വൈതാചാര്യന്റെ പ്രതിനിധികൾ പിന്നീട് രണ്ട് വിഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടു. ആചാര്യന്റെ ശിക്ഷാ പരമ്പരയിലുള്ള യഥാർത്ഥ ശാഖകളും അദ്വൈതാചാര്യന്റെ കപട ശാഖകളും. ചൈതന്യ മഹാപ്രഭുവിന്റെ തത്വങ്ങൾ പിന്തുടർന്നവർ തഴച്ചു വളർന്നു. നോട്ട് ദ പോയിന്റ്. ശിഷ്യ പരമ്പരയിലുള്ള യഥാർത്ഥ ശാഖകളും അദ്വൈതാചാര്യന്റെ കപട ശാഖകളും ചൈതന്യ മഹാപ്രഭുവിന്റെ തത്വങ്ങൾ പിന്തുടർന്നവർ തഴച്ചു വളർന്നു. അതേസമയം താഴെ 67 ശ്ലോകത്തിൽ വിവരിക്കപ്പെടുന്ന മറ്റുള്ള ശാഖകൾ വരണ്ടുണങ്ങി. അടുത്തതൊക്കെ പറയാൻ പോണ വരണ്ടതാണ്. ഇഹരമധ്യമാലി പാച്ചെ കോന ശാഖഗണ ന മാനേ ചൈതന്യമാലി ദുർദൈവ കാരണ. ചൈതന്യ മഹാപ്രഭുവിന്റെ അന്തർധാനത്തിന് ശേഷം ചില ശാഖകൾ നിർഭാഗ്യവശാൽ അവിടുത്തെ പാതയിൽ നിന്ന് വ്യതിചലിച്ചു. അതാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ അന്തർധാനത്തിന് ശേഷം ചില ശാഖകൾ നിർഭാഗ്യവശാൽ അവിടുത്തെ പാതയിൽ നിന്ന് വ്യതിചലിച്ചു. ശ്ലോകം 68. ശ്രീജായില ജിയായില താൻറേ ന മാനില കൃതജ്ഞ ഹൈല താൻറേ സ്കന്ധ ക്രുദ്ധ ഹൈല. വൃക്ഷത്തിന് മുഴുവൻ പോഷണവും സംരക്ഷണവും നൽകിയ യഥാർത്ഥ സ്കന്ധത്തെ ചില ശാഖകൾ അംഗീകരിച്ചില്ല. അവർ ആ വിധത്തിൽ കൃതജ്ഞരായപ്പോൾ ആദിസ്കന്ധം അവരോട് കുപിതനായി. ശ്ലോകം 69. കൃത്തഹയ സ്കന്ധധാരേ ജലന സഞ്ചാരേ ജലാഭാവേ കൃശാഖ ശുഗായിയ മരേ. ഭാവാർത്ഥം. അപ്രകാരം ചൈതന്യ മഹാൻ തന്റെ കാരുണ്യജലം അവർക്ക് പകർന്നു നൽകിയില്ല. ക്രമേണ അവർ ശുഷ്കിച്ചുണങ്ങുകയും ജീവൻ വെടിയുകയും ചെയ്തു. ശ്ലോകം 70. ചൈതന്യരഹിത ദേഹ ശുഷ്ക കാഷ്ടസമ ജീവിതയെ മൃതസേ മൈലദണ്ഡ യമ. കൃഷ്ണാബോധമില്ലാത്ത ഒരുവൻ ഉണങ്ങിയ മരത്തെക്കാളോ മൃതദേഹത്തെക്കാളോ ഒട്ടും ശ്രേഷ്ഠമല്ല. ഡെഡ് ബോഡിക്ക് തുല്യാണെന്ന്. അവൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചതായി കരുതപ്പെടണം. മരണാനന്തരം അവൻ യജമാനാൽ ശിക്ഷിക്കപ്പെടുകയും ചെയ്യും. യമരാജൻ ശിക്ഷിക്കപ്പെടുകയും
ചെയ്യും. ഭാവാർത്ഥം ശില പ്രഭുപാദ് കി ജയ്. ശ്രീമദ് ഭാഗവതം 6-ാം സ്കന്ധത്തിൽ 3-ാം അധ്യായത്തിൽ 29-ാം ശ്ലോകത്തിൽ ഏത് തരത്തിലുള്ള മനുഷ്യരെയാണ് തന്റെ മുമ്പിൽ കൊണ്ടുവരേണ്ടതെന്ന് യമരാജൻ തന്റെ കിങ്കരന്മാരോട് പറയുന്നുണ്ട്. അവിടെ അദ്ദേഹം പ്രസ്താവിക്കുന്നു, പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ ദിവ്യ ഗുണനാമങ്ങൾ ഏതൊരുവിന്റെ മോക്ഷാണ് പറയണത്. കൃഷ്ണനെയും അവിടുത്തെ പാതാരവിന്ദങ്ങളെയും സ്മരിക്കുമ്പോൾ ആരുടെ ഹൃദയമാണോ സ്പന്ദിക്കാത്തത്, പരമോന്നതനായ ഭഗവാന് നമസ്കാരങ്ങൾ അർപ്പിക്കാൻ ആരുടെ ശിരസാണോ താഴാത്തത്, ആ വ്യക്തിയെ എന്റെ മുന്നിൽ കൊണ്ടുവരണം. മറ്റു വാക്കുകൾ അഭക്തർ യമരാജന്റെ മുന്നിലേക്ക് ശിക്ഷിക്കപ്പെടുന്നതിനായി കൊണ്ടുവരപ്പെടുന്നു. അപ്രകാരം ഭൗതിക പ്രകൃതി അവർക്ക് നാനാവിധത്തിലുള്ള ശരീരങ്ങൾ നൽകുന്നു. മരണശേഷം നീതിക്കായി ഭക്തന്മാർ യമരാജന്റെ മുന്നിൽ എത്തിക്കപ്പെടുന്നു. യമരാജന്റെ വിധിപ്രകാരം ഭൗതിക പ്രകൃതി അവർക്ക് കർമ്മഫലങ്ങൾ അനുസരിച്ച് അനുയോജ്യമായ ശരീരങ്ങൾ നൽകുന്നു. ഇതാണ് ദേഹാന്തര പ്രാപ്തി, അഥവാ ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊരു ശരീരത്തിലേക്കുള്ള ആത്മാവിന്റെ പ്രയാണം. എന്നാൽ കൃഷ്ണഭക്തന്മാർ യമരാജന്റെ വിധിക്ക് വിഷയീഭവിക്കുന്നില്ല. ഭഗവത്ഗീതയിൽ സ്ഥിരീകരിച്ചിട്ടുള്ള അനുസരിച്ച് ഭക്തന്മാർക്ക് ഒരു തുറന്ന പാതയുണ്ട്. ഒരു ഭക്തന് ശരീരം ത്യജിച്ചതിന് ശേഷം തൃത്വാദേഹം പുനർജന്മ നൈതിമാമേതി സ്വർജുന, വീണ്ടും മറ്റൊരു ശരീരം സ്വീകരിക്കേണ്ടതായി വരുന്നില്ല. എന്തെന്നാൽ അവൻ ഒരു ആധ്യാത്മിക ശരീരത്തിൽ ഭഗവത് ധാമത്തിലേക്ക് തിരിച്ചു പോകുന്നു. യമരാജന്റെ ശിക്ഷകൾ കൃഷ്ണാവബോധമില്ലാത്തവർക്കായി ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഹരേ കൃഷ്ണ. ശ്ലോകം 71. കേവല ഗണപ്രതി നഹേ ദണ്ഡ ചൈതന്യ വിമുഖയേ സേത്യ പാഷണ്ഡ. അദ്വൈതാചാര്യന്റെ മാർഗഭ്രംശം സംഭവിച്ച പിൻഗാമികൾ മാത്രമല്ല, ചൈതന്യ സമ്പ്രദായത്തിന് വിരുദ്ധമായ ഏതൊരുവനും നിരീശ്വരവാദിയായി പരിഗണിക്കപ്പെടണം. അവർ തീർച്ചയായും യമരാജന്റെ ശിക്ഷയ്ക്ക് വിഷയീഭവിക്കും. അതാണ് ശിക്ഷാബോധമില്ലാത്തവർക്ക്, അതായത് ചൈതന്യ സമ്പ്രദായത്തിന് വിരുദ്ധനായ ഏതൊരുവനും നിരീശ്വരവാദിയായി പരിഗണിക്കപ്പെടണമെന്നാണ്. അവർ തീർച്ചയായും യമരാജന്റെ ശിക്ഷയ്ക്ക് വിഷയീഭവിക്കും. ശ്ലോകം 72. കി പണ്ഡിത കി തപസ്വി കി ഗൃഹീയതി ചൈതന്യ വിമുഖയേ താരായേ ഗതി. അഭിജ്ഞനായ ഒരു പണ്ഡിതനോ തപസ്യയോ വിജയിയായ ഒരു ഗൃഹസ്ഥനോ യശസ്വിയായ ഒരു സന്യാസിയോ ആരു തന്നെയായാലും ചൈതന്യ സമ്പ്രദായത്തിന് വിമുഖനായ ഒരുവൻ യമരാജൻ വിധിക്കുന്ന ശിക്ഷ അനുഭവിക്കണം. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. നമുക്ക് ഇവിടെ നിർത്തിയാലോ? അടുത്തത് ഇനി വലിയ വർക്കൗട്ടാണ്. അടുത്ത വലിയ വർക്കൗട്ടാ. ശരിയാ. നമുക്ക് ഇതിനൊക്കെ എന്തെങ്കിലും അച്യുതാനന്ദ പാതയിൽ സഞ്ചരിച്ചിട്ടുള്ള മഹാഭക്തന്മാര്. ഇനി ഭക്തന്മാരുടെ കാര്യത്തിലേക്ക് വേണം. അത് അദ്വൈതാചാര്യന്റെ അടുത്ത പിൻഗാമികളെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇനി പറയുന്നത്. വളരെ അതെ. ഇത്ര നേരം ആർക്കെങ്കിലും പറയാനുണ്ടോ? അദ്വൈതാചാര്യന്റെ പിൻഗാമികളെ പറ്റിയാണ് പറയുന്നത്. അതെ. യമരാജൻ രേഷ ചൈതന്യ സമ്പ്രദായത്തിന് വിരുദ്ധനായ ആരും നിരീശ്വരവാദികളാണ്. അതെ. ശിക്ഷയുണ്ട്. യമരാജന്റെ ശിക്ഷയുണ്ട്. അതായത് കൃഷ്ണാബോധം ഇല്ലാത്തവർക്ക് ഉൾപ്പെട്ടുള്ളവർക്കാണ് ആ സംഭവം. പ്രത്യേകിച്ച് ചൈതന്യ മഹാപ്രഭുവിന്റെ പരമ്പരയിൽ വരാതെ ഉള്ളവർക്ക് ശരിയായിട്ടുള്ള എന്ന് പറഞ്ഞില്ലേ, ചൈതന്യ സമ്പ്രദായത്തിന് വിരുദ്ധനായ ഏതൊരുവനും നിരീശ്വരവാദിയായി പരിഗണിക്കപ്പെടണം. ശരിയായിട്ടുള്ള ഭക്തി ഉള്ളത് ചൈതന്യ മഹാപ്രഭുവിന്റെ സമ്പ്രദായത്തിലാണ്. അതുകൊണ്ട് കൃഷ്ണബോധമില്ലാത്തവരും ഉണങ്ങിയ മരത്തേക്കാളോ മൃതദേഹത്തെക്കാളോ ഒട്ടും ശ്രേഷ്ഠമല്ല. അവൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചേക്കാൾ. ഇതൊന്നും നമുക്കറിയില്ലല്ലോ. ഇതൊക്കെ ഇതില് വന്നപ്പോഴല്ലേ ഇതൊക്കെ മനസ്സിലാക്കുന്നത്. സത്യം.
അതന്നെ. അപ്പൊ ഇത് ഇത് അറിയാത്തവരുടെ അവസ്ഥ എന്തായിരിക്കും? ഒരുപാട് പേരല്ലേ. അതെ നമ്മള് ഭാഗ്യവാന്മാർ, അറ്റ്ലീസ്റ്റ് അതെ അതെ അത്രയെങ്കിലും ഇത് കിട്ടിയല്ലോ. അതന്നെ. അത് ഒരു എന്താ പറഞ്ഞ പറയാനില്ല. ഇതിനു മുമ്പ് വേറെ എന്തെങ്കിലും കേട്ടിട്ടുണ്ടല്ലോ, അവൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചതായി കരുതപ്പെടുന്നത്. അത് ഭഗവത്ഗീത ശ്ലോകത്തിലാണോ? ആ ഇതാണ് അത് ധർമ്മനിഷ്ഠിത പുംസ ആ വിശ്വസേന കഥാസ്വേക ആ നോത്പാദയന്തം വ്യതി ശ്രമേവൈവി കേവലം ശ്രമേവൈഹി കേവലം. ശ്രമേവൈ കേവലം. ആ ധർമ്മം ഇതനുഷ്ഠിക്കാതെ വിശ്വസേന കഥാസ്വേക നോത്പാദയന്തവും രതി. രതി എന്ന് പറയുന്ന ഒരുപാട് അർത്ഥമുണ്ട്. കഴിഞ്ഞ നമ്മൾ ക്ലാസ്സിൽ രതിയെ പറ്റി കേട്ടല്ലേ. ആ സ്വാഭാവികം പ്രഭു പറഞ്ഞല്ലേ, സ്വാഭാവികമായിട്ട് നമുക്ക് ജന്മസിദ്ധമായിട്ട് ഒരു സ്വാഭാവികമായിട്ട് ഭഗവാനോട് ഒരു അടുപ്പം, ഒരു പ്രേമം വേണം, പ്രേമഭക്തി. ആ സ്വാഭാവികമായുള്ള കാര്യങ്ങളാണ്, അതാണ് ഈ രതി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ആകർഷണം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ കൃഷ്ണാവബോധത്തിൽ വളരെ ഇതാണ്. അങ്ങനെ ഇല്ലാത്തവരുണ്ട്, മൃദും അതായിട്ടുള്ള. അതാണ് സ്വാഭാവികമായിട്ട് നമുക്ക് ഒരു ആശ്രയം ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഭഗവാനാണ് ആണെന്നുള്ള ഒരു പ്രേമഭക്തി നമുക്ക് ഭഗവാനോട് വേണം. അത് പറഞ്ഞ ശ്ലോകം ഏതായിരുന്നു ചൊല്ലിയത്? ശ്രീമദ് ഭാഗവതത്തിലെ 1-ാമത്തെ സ്കന്ധം. ധർമ്മ സ്വനിഷ്ഠിത പുംസ വിശ്വസേന കഥാസ്വേക നോത്പാദയന്തോം രതി ശ്രമയേവൈവി കേവലം. ടൈം വേസ്റ്റ് ആണ്, ജീവിതം വേസ്റ്റ് ആണെന്നാണ്. ചത്തതിനൊക്കും ജീവിച്ചിരിക്കും എന്നാണ്. ഹരേ കൃഷ്ണ. ഇനി എന്താ, ഇതെല്ലാം നമുക്ക് ശരീരം ത്യജിക്കുമ്പോൾ ത്വക്വാദേഹം പുനർജന്മ നൈതിമാമേതി അതായത് ശരീരം വെടിയുന്ന സമയത്ത് ഇതൊക്കെ നമുക്ക് ആ സമയത്ത് യമരാജന്റെ ശിക്ഷകൾ കൃഷ്ണാബോധമില്ലാത്തവർക്ക് കരുതി വെച്ചിട്ടുണ്ട്. ചിത്രഗുപ്തനിലെല്ലാം നോട്ട് ചെയ്യുന്നുണ്ട്. ശരീരം കൊടുക്കുന്നല്ലേ പറയണ പ്രഭു? അതെ അതെ. ഒരുപാട് ശിക്ഷ. അതെ, നരക പഞ്ചമസ്കന്ധത്തിലെ നരകയാതനെ പറ്റി വർണ്ണിക്കുന്നത്. അതെല്ലാം നരകത്തിൽ പോകുന്നു. ഇന്ന ശിക്ഷകൾ ഇന്ന നരകത്തിലൊക്കെ പോകും. എന്തെല്ലാം ശിക്ഷകളാണ് ശ്രീമദ് ഭാഗവതത്തിലുള്ളത് 5-ാമത്തെ സ്കന്ധത്തിൽ പറയുന്നുണ്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ ഇതില് പിതൃ ആവണം എങ്ങനെയാ പ്രഭു? അതിനെ പറ്റി എങ്ങനെയാ? ശരീരം ഉപേക്ഷിച്ച് പോകുമ്പം നമ്മള് പിതൃക്കൾക്ക് മോക്ഷം കിട്ടാനായിട്ട് കർമ്മം ചെയ്യില്ലേ? എന്നാൽ ഒരു ഭക്തനാണെങ്കിൽ പിന്നെ അദ്ദേഹത്തിന് ആവശ്യമില്ലല്ലോ. പക്ഷെ എന്നാലും മരിച്ചു കഴിഞ്ഞ ഈ ശരീരം ഉപേക്ഷിക്കില്ലേ? ശരീരം ഉപേക്ഷിക്കും. അടുത്ത ജന്മം ഏതിലാണോ ആ പൂർവ്വജന്മ ഭാവം, ആ പൂർവ്വജന്മത്തിൽ ഈ ജന്മത്തിൽ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങൾക്കനുസരിച്ചുള്ള അതുവരെ അടുത്ത ശരീരം കിട്ടുന്നത് ഈ ജന്മത്തിൽ ചെയ്ത് പിതൃവായിട്ടിരിക്കുവോ? അപ്പൊ അതാണ് അത് ഈ 16-15 ദിവസം തന്നെ പോകുന്ന യാത്ര ദിവസങ്ങളല്ലേ, അതല്ലേ ഉദ്ദേശിക്കുന്നത്? അത് ആ വഴി അവിടം വരെ എത്തിച്ചേരാനുള്ള ഓൺ ദ വേ ആണ്. 16 അല്ലെങ്കിൽ 12 എന്നൊക്കെ നമ്മൾ പറയണം. അത്രയും ദിവസം വേണമെന്നാണ് വഴി യാത്രക്കായിട്ട്, ഇത്രയും സമയം വേണമെന്നുള്ളതുണ്ടല്ലോ. ഹരേ കൃഷ്ണ. അല്ലേ പ്രഭു? ഗോപാൽ പ്രഭു പറയുന്നു. പ്രഭു കാണുന്നുണ്ടോ? ഇവിടെ ഒരു ജസ്റ്റ് ഒരു എല്ലാവർക്കും നമ്മുടെ ഒരു ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ബുക്കിനെ കുറിച്ച്. അപ്പോ നമ്മളിവിടെ മാരംകുളങ്ങര എന്നൊരു ക്ഷേത്രമുണ്ട്, തൃപ്പൂണിത്തുറ എരൂരിനടുത്ത്. അപ്പൊ അവിടുത്തെ പൂജാരിയുടെ വീട്ടിലാണ് നമ്മളിപ്പോ. അപ്പൊ അദ്ദേഹം നമ്മുടെ ഒരു ചൈതന്യചരിതാമൃതം സ്വീകരിക്കുകയാണ്. നമ്മുടെ കോയമ്പത്തൂരുള്ള ഭാഗവതാമൃതാനന്ദ പ്രഭു ഉണ്ട്. ഞാനിപ്പോ ഒന്ന് വീഡിയോ ഇടാം അവരുടെ അനുവാദത്തോട്. ഹരേ കൃഷ്ണ. കാണുന്നുണ്ടോ? ഹരേ കൃഷ്ണ. കാണുന്നുണ്ടോ? അപ്പൊ അവരിപ്പോ ജസ്റ്റ് ചൈതന്യചരിതാമൃതം എടുത്തു. അപ്പോ ചൈതന്യ മഹാപ്രഭു സമയത്ത്. താങ്ക് യു. ഓക്കെ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മാരംകുളങ്ങര 2 മാരംകുളങ്ങര ഉണ്ട്. അപ്പൊ നമുക്ക് വാഞ്ച പറയാം അല്ലേ? ഓക്കെ. അലോണി ബാക്കി ഇതിന്റെ ഇന്നത്തെ ചർച്ചയാണ് പെൻഡിങ്. അടുത്ത ദിവസം തുടരാം.
ഹരീഷ്ണ. ആ അതെ